വെൽക്കം ബാക്ക് ടു എജു വാലറ്റ് +2 ഫിസിക്സ് ചാപ്റ്റർ 1ൻ്റെ അവസാന പാർട്ട് വീഡിയോ ആണിത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷൻ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഓൾറെഡി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ പാഠത്തിൽ കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓൾറെഡി പാർട്ട് 1 പാർട്ട് 2 നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് പാർട്ടാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഷുവർ ക്വസ്റ്റ്യൻ തന്നെ നമുക്കിത് പറയാം. ഓക്കെ, എന്താണ് ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ. നമ്മൾ എന്താണ് ഗോസസ് ലോ എന്ന് പഠിച്ചു അല്ലേ? എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്? ഒരു ക്ലോസ്ഡ് സർഫസിൽ കൂടി പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സ്, അല്ലെങ്കിൽ ആ ഇലക്ട്രിക് ഫ്ലക്സിൽ നിന്ന് നമ്മൾ എന്തെന്ന് കണ്ടുപിടിച്ചു? ഗോസസ് ലോ നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ പറയുന്നത് ഗോസസ് ലോ നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വലിയൊരു കണ്ടക്ടർ എടുത്തു, ഒരു ക്ലോസ്ഡ് സർഫസ് എടുത്തു, ഒരു സ്ഫിയർ എടുത്തു, അങ്ങനെ തന്നെ പല ഷേപ്പ് എടുക്കുമ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണ് ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുക? അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇതൊക്കെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞ ഇതാണ്. ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. അതായത് അത്യാവശ്യം നല്ല ചാർജ് ഉള്ള ഒരു ഇലക്ട്രിക് ഫീൽഡൊക്കെ ഉള്ള ഒരു ഇൻഫിനിറ്റ്ലി ലോങ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു വയർ എടുത്തു. അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? അതിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? അത് നമ്മൾ ഗോസസ് ലോ അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. ഓക്കെ, ഇത് കൂടാതെ നമ്മൾ വേറെയും കുറേ സർഫസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇതിനൊക്കെ നോക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണം. അതായത് ഇതാണ് ഇൻഫിനിറ്റ്ലി വളരെ ലോങ് ആയിട്ടുള്ളൊരു വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ചാർജിനെ നമ്മൾ പറയുന്നത് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്നാണ്. അവിടെ എത്രത്തോളം ചാർജ് ഉണ്ടായിരിക്കും, അതാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഇതൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു വയർ ആയതുകൊണ്ട് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ എന്നാണ് നമ്മൾ അതിൻ്റെ പറയുക. ലാംഡ ഈക്വൽ ടു ഒരു എക്സ്പ്രഷൻ നമ്മൾ പഠിക്കണം, Q/L. അതായത് ഇവിടെ ഉണ്ടാവുന്ന ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് അതിൽ കൂടി ഒഴുകുന്ന ചാർജ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ടോട്ടൽ ആൻഡ് ലെങ്ത്. ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ചാർജ് ഡെൻസിറ്റി നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൽ നമുക്ക് Q കിട്ടുമല്ലോ, ഇലക്ട്രിക് ചാർജ്. അതായത് Q എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലാംഡ ഇൻറ്റു L. ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. നമുക്ക് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടി വരിക എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ചാർജ് Qൻ്റെ മെഷർമെൻറ്റ് എന്താണ്? ലാംഡ ഇൻറ്റു L ആണ് അതിൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ, ഇനി നമ്മളിതുപോലെ ഒരു സർഫസ് എടുക്കുകയാണ്. ഇതുപോലൊരു സ്ഫിയർ ഞാൻ എടുത്തു. ഇതിങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന സ്ഫിയർ ആണ്. കണ്ടക്ടിങ് സ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? അത് പുറത്തോട്ട് ഇവിടെ ഇരിക്കും അതിൻ്റെ പോസിറ്റീവ് ചാർജുകളൊക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ ഇതൊരു കണ്ടക്ടിങ് ഇതുപോലെ സ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയും. അത് നമ്മൾ സിഗ്മ, ഇങ്ങനെയാണ് നമ്മൾ പറയുക, സിഗ്മ. ഇവിടെ നമ്മൾ ലാംഡ എന്ന് പറഞ്ഞു, ലാംഡ. ഇവിടെ ഇതെന്താണ് വായിക്കുക? സിഗ്മ എന്നാണ് നമ്മൾ ഇതിനെ വായിക്കുക. ഓക്കെ, സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇതുപോലെ എക്സ്പ്രഷൻ ഉണ്ട്. സിഗ്മ ഈക്വൽ ടു അതിൽ കൂടി ഒഴുകുന്ന ചാർജ് Q/, അവിടുത്തെ ഏരിയ. ഇത് ഈ ഒരു സ്ഫിയറിൻ്റെ ഏരിയ. നമ്മൾ നേരത്തെ ലെങ്ത്ത് പറഞ്ഞപ്പോൾ ഇതുപോലെ ഒരു വയറൊക്കെ ആണെങ്കിൽ ലെങ്ത്ത് പറയും, ഇതുപോലെ ഒരു സ്ഫിയറൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ ഏരിയ A എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് കഴിഞ്ഞു. ഇനി നമ്മൾ വേറൊരു നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഫിയർ എടുത്തു, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ്. നോൺ കണ്ടക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത് പുറത്തോട്ടൊന്നും ചാർജുകൾ കണ്ടക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊരു നോൺ കണ്ടക്റ്റിംഗ് ആയതുകൊണ്ട് ഇതിൻ്റെ എല്ലാ ചാർജും ഇതിൻ്റെ ഉള്ളിലായിരിക്കും. ഓക്കെ, ആ സ്ഫിയറിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ നമ്മളിവിടെ പറയാം വോളിയം ചാർജ് ഡെൻസിറ്റി എന്നാണ്. അവിടെയുള്ള ചാർജിൻ്റെ ഡെൻസിറ്റി വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറയും. ഇതാണ് ഒമേഗ എന്നാണ് പറയുക. ഒമേഗ ഈക്വൽ ടു Q/, വോളിയം അല്ലേ, അപ്പോൾ അത് Q/V. ഇവിടെ നമ്മൾ ലീനിയർ എന്ന് പറഞ്ഞതുകൊണ്ട് Q/L എന്ന് പറയാം, ലീനിയർ. സർഫസ് ആയതുകൊണ്ട് Q/A, ആ സർഫസിൻ്റെ ഏരിയ Q/A. വോളിയം ആയതുകൊണ്ട് Q/V. ഇതൊക്കെയാണ് അവിടെ ഉണ്ടാവുന്ന Qൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താ കിട്ടുക? Q ഈക്വൽ ടു സിഗ്മ ഇൻറ്റു A എന്ന് കിട്ടും. ഇവിടെ നമുക്ക് Q എന്താ കിട്ടുക? ഒമേഗ ഇൻറ്റു V. ഇങ്ങനെ ഈ Q കണ്ടുപിടിക്കുന്ന ഈ എക്സ്പ്രഷൻസ് നമുക്ക് കാണാതെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതായത് ലീനിയർ ആവുമ്പോൾ, അതുപോലെ സർഫസ് അതായത് ഒരു സ്ഫിയർ ആവുമ്പോൾ, നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയർ ആവുമ്പോൾ ഒക്കെ വരുന്ന Qൻ്റെ വാല്യൂസ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്കിനി ശരിക്കും ഇതിൻ്റെ ഓരോരോ സെക്ഷൻസ് ആയിട്ട് ഓരോ ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കിയത് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് ആവശ്യമുണ്ട് എപ്പോഴാണെന്ന് പറഞ്ഞുതരാം. സോ ആദ്യം ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. ഇത് ഇതുപോലെ തന്നെയാണ് ചോദിക്കുക. എന്തെന്ന് ചോദിക്കുക? വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ്
അറ്റ് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. അതായത് ചാർജുള്ള വളരെ സ്ട്രോങ് ആയിട്ട് വളരെയധികം ചാർജുള്ള വളരെ ലോങ് ആയിട്ടുള്ള ഇൻഫിനിറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ വളരെ ലെങ്തി ആയിട്ടുള്ള കുറേ ലെങ്ത് ഉള്ള ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള യൂണിഫോംലി ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ എല്ലാത്തും ഒരേപോലെ ചാർജുള്ള ഒരു വയർ എടുത്തു. അപ്പോൾ ആ വയറിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഓൺ ദി ബേസിസ് ഓഫ് ഗോസസ് ലോ നമ്മളവിടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇതുപോലൊരു ലൈൻ എടുത്തു, ഒരു വയർ എടുത്തു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം ഗോസസ് ലോ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം, ഒരു ക്ലോസ്ഡ് സർഫസ് ആയിരിക്കണം അല്ലേ. ഇവിടെ നമുക്ക് ക്ലോസ്ഡ് അല്ലല്ലോ. അപ്പോൾ നമ്മളിതിനെ ക്ലോസ്ഡ് ആക്കാൻ വേണ്ടി നമ്മളിതിനെ ഇങ്ങനെ ഒരു സിലിണ്ടർ വെച്ച് ഇങ്ങനെ ഇതിനകത്തോട്ട് വെക്കാൻ പോവുകയാണ്. അതായത് സിലിണ്ടറിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ വയർ വെക്കും. അങ്ങനെ വെക്കുമ്പോൾ എന്താ ഇവിടുത്തെ പ്രത്യേകത വരിക, അതായത് അത് ക്ലോസ് ആയി. നമ്മൾ ഇതുപോലെ ഒരു കണ്ടക്ടർ എടുത്തിട്ട് ഇത് നമ്മളിതുപോലെ സിലിണ്ടർ ഒരു വല്ല ഡപ്പിയിലേക്കൊക്കെ ഇറക്കി വെച്ചെന്ന് വിചാരിക്കാം. അതേപോലെയാണ് ഇപ്പോൾ ഇത്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ആ വയറിനെ ക്ലോസ്ഡ് സർഫസ് ആക്കാൻ വേണ്ടി ഒരു സിലിണ്ടറാണ് നമ്മളതിൻ്റെ പുറമെ അത് നമ്മളിങ്ങനെ കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതൊരു സിലിണ്ടറാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു വയറിൻ്റെ പുറമെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിലിണ്ടറിൻ്റെ ലെങ്ത്ത്, അതായത് ഈ ഒരു വയറിൻ്റെ ലെങ്ത്ത് എല്ലാം ആണെങ്കിൽ സിലിണ്ടറിൻ്റെ ഈ ലെങ്ത്തും എല്ലാം ആയിരിക്കും അല്ലേ. കറക്റ്റ് ഈ ഒരു വയർ ഇറക്കി വെക്കാൻ പറ്റുന്ന സിലിണ്ടറല്ലേ നമ്മൾ എടുക്കുക. ഇതിൻ്റെ അതേ ലെങ്ത്തുള്ള സിലിണ്ടർ ആയിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെയാണ് എല്ല് വരിക. ഓക്കെ, ഇത് നമുക്കറിയണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ്. സോ അതിനായിട്ട് നമ്മൾ ആദ്യം ഗോസസ് ലോ എന്താണ്, ഗോസസ് ലോ പ്രകാരം ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്, 1/ε0 ഇൻറ്റു ക്യൂ ആണ്. ഓക്കെ, ഇത് നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ, E.ds ഇൻ്റഗ്രലൊക്കെ എടുക്കാൻ കാരണം എന്താണ്, കംപ്ലീറ്റ് ഈ സർഫസ് എടുക്കുകയാണ്. E.ds = 1/ε0 ഇൻറ്റു ക്യൂ. ഇതാണ് നമുക്കറിയാം. ഓക്കെ, ഇത് നമ്മളിവിടെ നോക്കുന്നത് അവിടെ നിൽക്കട്ടെ, ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ വരുന്ന ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇവിടുത്തെ ഈ DS എന്നൊക്കെ പറയുന്നത് സർഫസ് ഏരിയ ആണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ നോക്കുക, ഇവിടെ എത്ര സർഫസാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു സർഫസ് ഉണ്ട്, ഇവിടെ ഒരു സർഫസ് ഉണ്ട്, അടിയിലുണ്ടാവും, പിന്നെ ഈ പുറമെ ഈ ഒരു സർഫസ്, അങ്ങനെ 3 സർഫസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ മുകളിലത്തെ സർഫസും അടിയത്തെ സർഫസും നമ്മൾ എടുക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സർഫസിൽ ആദ്യത്തെ ഒരു സർഫസ് എടുക്കാം. ഈ ഒരു സർഫസ് എടുത്തോ, ഇവിടെ ഈ ഒരു പോയിന്റ് ഞാൻ എടുത്തു, ഈ ഒരു പോയിന്റിലേട്ടാ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും. പോസിറ്റീവ് ഇതാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് പുറമോട്ടായിരിക്കും ഇതിൻ്റെയൊക്കെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇനി ഈ ഒരു ഭാഗത്ത് വരുന്ന സർഫസ് ഏരിയ ഉണ്ടല്ലോ, അതായത് അവിടുത്തെ ഏരിയ അതും ഇങ്ങോട്ട് തന്നെ ആയിരിക്കും, ഇങ്ങോട്ടാണ്. ഏതൊരു സർഫസിൻ്റെയും സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിന് ടാൻജൻ്റ് ആയിട്ട് ഇങ്ങനെ വരിക. അപ്പോൾ ഇവിടുത്തെ എങ്ങനെ ആയിരിക്കും, മുകളിലോട്ടാണ് അവിടുത്തെ സർഫസ് ഏരിയ വരിക, ഏരിയ ഡയറക്ഷൻ. ഇവിടെയോ ഇങ്ങോട്ട് താഴോട്ട്, കണ്ട. അപ്പോൾ ആ പ്ലെയിനിന് ടാൻജൻ്റ് ആയിട്ട് ഇങ്ങനെയാണ് വരിക. ഇവിടെയാണെങ്കിൽ ഇങ്ങനെ, ഇങ്ങോട്ടാണെങ്കിൽ താഴോട്ട്, ഈ ഒരു സർഫസ് ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട്. അപ്പോൾ ഇതാണ് ഇവിടെ ഏരിയയുടെ ഡയറക്ഷൻ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ നോക്കുക ഈ രണ്ടെണ്ണം എന്തുകൊണ്ട് എടുക്കാണ്ടിരുന്നത്, ഈ ഒരു പോർഷനിലൊക്കെ വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാ, ഇതും ഇങ്ങോട്ടാ. അപ്പോൾ ഇവിടെ 90 ഡിഗ്രിയാണ് വരിക. ഓക്കെ, ഇവിടെ 90, ഇവിടെ 90 വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് എടുക്കാണ്ടിരുന്നത്. നമ്മളിവിടെ E.ds എന്ന് പറയുമ്പോൾ അവിടെ കോസ് ആണ് വരിക, കോസ് തീറ്റ. ഡോട്ടൊക്കെ വരുമ്പോൾ കോസ്, അപ്പോൾ കോസ് 90 എടുക്കുമ്പോൾ അത് 0 ആവും. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ 2 സർഫസ് എടുക്കാതെ ഈ ഒരു സർഫസ് മാത്രമാണ് നമ്മളിവിടെ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്തെന്ന് കൊടുക്കാം, ഇവിടെ ഇൻ്റഗ്രൽ, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ നമുക്കറിയാം E.cos തീറ്റ എന്നാണ് നമ്മളിവിടെ പറയാം. ഡോട്ട് വരുമ്പോൾ = 1/ε0 ഇൻറ്റു ക്യൂ ആണ്. ഓക്കെ, ഇവിടെ കോസ് തീറ്റ നമ്മൾ ഈ 2 സർഫസ് എടുക്കണില്ല, ഈ സർഫസ് ആണ്. ഇവിടെ രണ്ടും ഇങ്ങനെ പാരലലാണ്, അതായത് രണ്ടും തമ്മിലൊരു ആംഗിൾ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇവിടെ cos 0 ആണ്. cos 0 എന്താണ്, 1 ആണ്. അപ്പോൾ E.ds ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്തായി, E.ds തന്നെയായി. സോ E.ds = 1/ε0 ഇൻറ്റു ക്യൂ. ഇവിടെ ഇൻ്റഗ്രൽ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇത് നമുക്കിനി ഇവിടുത്തെ ഈ DS-ൻ്റെ വാല്യൂയും ക്യൂവിൻ്റെ വാല്യൂ നമ്മൾ കൊടുത്തിട്ട് കണ്ടുപിടിക്കാം. ഈ DS എന്ന് പറഞ്ഞാൽ എന്താ, സർഫസ് ഏരിയ ആണ്. അതായത് ഈ ഒരു ഭാഗത്ത് വരുന്ന ഈ ഒരു സ്ഫിയർ, അതായത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ ആ സിലിണ്ടറിൻ്റെ ഈ പുറമേയുള്ള സർഫസ്, അതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു സിലിണ്ടറിൻ്റെയും സർഫസ് ഏരിയ 2πrh ആണ്. നമുക്കിവിടെ H അല്ല L ആണ്, കണ്ടില്ലേ, H അല്ല L. അപ്പോൾ അതെന്താവും, 2πrl. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോളൂ. ഒരു സിലിണ്ടർ ആയതുകൊണ്ട് അവിടുത്തെ DS എന്തായി, 2πrl ആയി. ഇനി ക്യൂ എന്താ നമുക്കറിയാം. നമ്മളിപ്പോൾ നേരത്തെ നമ്മളൊരു സെക്ഷൻ പറഞ്ഞല്ലോ, എന്താണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. നമ്മൾ കഴിഞ്ഞ
ഒരു 3 ഡെറിവേഷൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ. ഇതുപോലെ ഒരു വയറാണെങ്കിൽ അവിടുത്തെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ലാംഡ ക്യൂ ബൈ എൽ ആണ്. നമുക്ക് അതിൽ നിന്ന് ക്യൂ കിട്ടിയത് ലാംഡ എൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതാണ് നമ്മൾ അവിടെ ആദ്യം പഠിച്ചത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമുക്ക് ക്യൂ ഈക്വൽ ടു എന്ത് കിട്ടി, ക്യൂ ഈക്വൽ ടു ലാംഡ എൽ. അപ്പോൾ നമുക്ക് ക്യൂക്ക് പകരം എന്ത് കൊടുക്കാം ഇനി, ലാംഡ എൽ. സോ നമുക്ക് ഈ ഇക്വേഷൻ എന്തായി മാറിയിട്ടുണ്ടാവും ഇപ്പോൾ, ഇ ഡോട്ട് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസിന് പകരം 2πr(L) ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ എന്താണ്, ലാംഡ എൽ. സോ 1 ഇൻറ്റു ലാംഡ എൽ എന്ന് പറഞ്ഞാൽ എന്താ, ലാംഡ എൽ തന്നെയാണ് ബൈ ε0. ഇനി ഇ ഡോട്ട് 2πr അത് നമുക്ക് അതുപോലെ തന്നെ കൊടുക്കാം, ഇൻറ്റഗ്രൽ ഇ ഡോട്ട് 2πrL എന്ന് ഞാൻ കൊടുത്തു. ഇനി എന്ത് ചെയ്യാൻ പോവാണ്, ഈനെ അവിടെ തന്നെ നമ്മൾ കീപ്പ് ചെയ്തിട്ട് 2πrLനെ അടിയിലോട്ട് കൊണ്ടുവരും. അപ്പോൾ ലാംഡ എൽ ബൈ ഇവിടെ ε0 ഉണ്ട്, ഈ 2πrL അടിയിലേക്ക് വരും. ഇതിൽ നിന്ന് നമുക്ക് ഈ എല്ലും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈയുടെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി, ഇ ഈക്വൽ ടു 1/ε0 ഇൻറ്റു ലാംഡ ബൈ 2πr. ഇതാണ് എന്തിൻ്റെ എക്സ്പ്രഷൻ, ഇതാണ് ഈ കണ്ടുപിടിക്കാനുള്ള, അതായത് ഒരു കണ്ടക്ട് ചെയ്യുന്ന ലോങ് ആയിട്ടുള്ള ഒരു വയറാണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്. ഇത് നമുക്ക് ഒന്നും കൂടി അറേഞ്ച് ചെയ്തിട്ട് എഴുതിയാൽ 1/2πε0, ഈ 2π ഇങ്ങോട്ട് കൊടുത്തിട്ട് ലാംഡ ബൈ ആർ. ഇതാണ് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഒരു വയറിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇതുപോലെ ഒരു സർഫസ് എടുത്തു, സിലിണ്ടർ എടുത്തു. ഈ 2 സർഫസ് എടുത്തില്ല, ഇത് മാത്രം എടുത്തു. അതിൽ നിന്ന് നമ്മൾ ഡി എസിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു, ക്യൂവിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു, അതിൽ നിന്ന് ഇ കണ്ടുപിടിച്ചു. ഇതാണ് മെയിനായിട്ട് വരുന്നുള്ളൂ, ഇതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എടുക്കാണ്ടിരിട്ട് ഈ 2 സർഫസ് നമ്മൾ എടുത്തില്ല, അതിൻ്റെ റീസണാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു ആപ്ലിക്കേഷൻ നോക്കാം. ഓക്കെ, അടുത്തതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലാർജ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. അതായത് നമ്മൾ ഇതുപോലെ ഒരു പ്ലെയിൻ ഷീറ്റ് എടുക്കുന്നു, ഇതാണ് പ്ലെയിൻ ഷീറ്റ് എന്ന് വിചാരിക്കുക. ഇവിടെ ഇതുപോലെ കുറേ ചാർജുകളുണ്ട്. അപ്പോൾ ഈ ഒരു ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഷീറ്റിൽ ഉണ്ടാവുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഇതുപോലെ നമുക്കൊരു സർഫസ് ആവശ്യമാണ് അല്ലേ. നമുക്ക് ഇവിടെയും ഇതുപോലെ ഇതിനെ ക്ലോസ് ആക്കാൻ വേണ്ടി ഒരു ഗോസിയൻ സർഫസ് എന്താ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്, ഗോസസ് ലോ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ മൂടുന്ന തരത്തിൽ എന്ത് വേണം, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സർഫസ് വേണം. അപ്പോൾ നമ്മൾ ഇതുപോലെ നേരത്തെ ചെയ്തതുപോലെ ഇവിടെ നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു സിലിണ്ടർ നമ്മൾ ഇതുപോലെ ഇതിനെ കവർ ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ വെക്കും. ഇതുപോലൊരു സർഫസ്, ഇതുപോലൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള സർഫസിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പ്ലെയിൻ ഷീറ്റിനെ വെക്കുന്നു. അപ്പോൾ ഈ പ്ലെയിൻ ഷീറ്റ് ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു സർഫസ് നമ്മൾ എടുത്തത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിൽ കൂടെ കടന്നു പോകുന്ന തരത്തിൽ നമ്മൾ ഇതുപോലെ ഒരു സർഫസ്, അതായത് ഒരു സിലിണ്ടർ നമ്മൾ എടുത്തു. ക്ലിയർ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മൾ ആദ്യം ഇലക്ട്രിക് ഫ്ലക്സ്, അതായത് ഗോസസ് ലോ കൊടുക്കുന്നു. ഇ ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ ആണ്. ഇത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, ഇലക്ട്രിക് ഫ്ലക്സിൽ നിന്നാണ്. ഇലക്ട്രിക് ഫ്ലക്സ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്, ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. ഇങ്ങനെ നമ്മൾ കൊടുത്തു. ഇവിടെ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഉണ്ട്. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ കൊടുക്കാൻ കാരണം ഇത് കംപ്ലീറ്റ് സർഫസ് നമ്മൾ നോക്കുന്നുണ്ട്, അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ഏതൊക്കെ സർഫസ് എടുക്കണം, നമ്മൾ നേരത്തെ എടുത്ത പോലെ ഏതൊക്കെ സർഫസ് നമ്മൾ എടുക്കണം നമ്മൾ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തൊന്നും നമുക്കിവിടെ വരില്ല, കാരണം ഈ ഒരു പ്ലെയിൻ ഷീറ്റ് കടന്നു പോകുന്ന ഈ ഒരു ഭാഗത്ത് മാത്രമേ വരുള്ളൂ. അതായത് ഈ ഒരു പേജ് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയും, ഇപ്പോൾ ഈ ഒരു പേജ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ഷീറ്റ് അല്ലേ, ഷീറ്റ് ആകുമ്പോൾ ഇതുപോലെ വരും, ഈ പേജ് പോലെ വരും. അപ്പോൾ അതിന് ഈ ഒരു സർഫസും ഇപ്പുറത്തെ സർഫസും, ഈ 2 സർഫസിൽ മാത്രമേ ചാർജുകൾ നിൽക്കുന്നുണ്ടാവുള്ളൂ, അല്ലാതെ ഈ ഭാഗത്തൊന്നും ചാർജുകൾ ഉണ്ടാവില്ല. ഇത് നമ്മൾ ക്ലോസ് ചെയ്തു എന്നുണ്ടെങ്കിലും നേരത്തെ അങ്ങനെയല്ല, നമ്മളൊരു പ്ലെയിൻ ഷീറ്റാണ് എടുത്തത്, അല്ല ഐ മീൻ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു വയർ എടുത്തത്. അപ്പോൾ നമ്മളതിനെ മൂടുമ്പോൾ ആ സിലിണ്ടറിൻ്റെ ഈ ഭാഗത്തേക്കൊക്കെ ചാർജ് വരും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമ്മൾ ഇതിങ്ങനെയാണ് ഒരു സർഫസ് എടുത്തിട്ടുള്ളത്, ഒരു ക്ലോസ് സർഫസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കടന്നു പോകുന്ന ആ ഷീറ്റിൻ്റെ ഒന്ന് ഈ സർഫസിലും ഒന്ന് ഇതിൻ്റെ ഇപ്പുറത്ത് ഈ ഒരു സർഫസിൽ, അപ്പുറത്തും ഇപ്പുറത്തും 2 സർഫസിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമുക്കിവിടെ എന്ത് കൊടുക്കാം, അതായത് 2 ഭാഗത്ത് വരും. അത് ഏതൊക്കെയാണ്, അതായത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് 1, അതായത് ഈ ഭാഗത്ത് സർഫസ് ഏരിയ പ്ലസ് നമുക്ക് എന്തുണ്ടാവും, ക്ലോസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് 2, അതായത് തൊട്ടപ്പുറത്തും ഒരു സർഫസ് ഉണ്ടാവും. അപ്പോൾ ഈ 2 സർഫസിലായിരിക്കും നമുക്ക് ഇലക്ട്രിക് ചാർജുകൾ ഉണ്ടായിരിക്കുള്ളൂ. ഈക്വൽ ടു Q/ε0 നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 2 അല്ലേ, ഇൻ്റഗ്രൽ ക്ലോസ് ഇൻ്റഗ്രൽ 2 2 ഇലക്ട്രിക് ചാർജ് ഇ വരും, 2E ds1 ds2
രണ്ടും ഒരേ സർഫസ് ഏരിയ അല്ലേ വരിക. നമ്മളിപ്പോൾ ഇത് പറയുകയാണെങ്കിൽ തന്നെ തൊട്ടപ്പുറത്ത് പറയുമ്പോൾ രണ്ടിനും ഒരേ ഏരിയ ആണ് വരിക. അപ്പോൾ നമുക്ക് 2E DS1 DS2 കൊടുക്കേണ്ട, കാരണം DS1ഉം DS2ഉം ഈക്വൽ ആയിരിക്കും. ഈക്വൽ ടു Q/ε0. നമുക്ക് ഇങ്ങനെ കിട്ടി. രണ്ട് സർഫസ് വരും. അപ്പോൾ ക്ലോസ് ഇൻറ്റഗ്രൽ 2EDS. രണ്ട് സർഫസ് ഉള്ളത് കൊണ്ട് E.ds അല്ല 2EDS നമുക്ക് വരുന്നു അല്ലേ. ഇനി നമുക്ക് ഇതിന് നമുക്ക് E എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഈനെ മാത്രം അവിടെ നിർത്തുക. Q ഉണ്ട്, Q/ε0 അതുപോലെ ഉണ്ട്. ഈ 2നും DS നമ്മൾ എന്ത് ചെയ്യും? അടിയിലോട്ട് കൊണ്ടുവരും അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2DS ഇതുപോലെ നമുക്ക് കിട്ടും. സോ ഇതേപോലെ നമുക്ക് കിട്ടി. നമുക്ക് ഇനി DS എന്തെന്ന് കൊടുക്കാം? ഏരിയ അല്ലേ. DS എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ ആണല്ലോ. അപ്പോൾ Q/ε0 ഇൻറ്റു 2A നമുക്ക് കൊടുക്കാം. ഇനി ഇതുപോലെ നമ്മളൊരു സ്ഫിയർ, ഇവിടെ നമുക്ക് വരും സ്ഫിയർ പോലെ ഒരു വട്ടല്ലേ വരുന്നത്. ഒരു സ്ഫിയർ ആണ് വരിക. സ്ഫിയർ ഒക്കെ ആവുമ്പോൾ അവിടെ വരുന്ന Qന്റെ വാല്യൂ എന്താ വരിക? നമ്മളിത് രണ്ടാമത്തെ സെക്ഷനിൽ പഠിച്ചു അല്ലേ. ഇതുപോലെ ഒരു സ്ഫിയർ ഒക്കെ ആണെങ്കിൽ അവിടെ വരുന്ന Q സിഗ്മ എ ആണ്. അപ്പോൾ നമുക്ക് ഇനി എന്ത് കൊടുക്കാം? ആ ഒരു Qന്റെ അവിടെ സിഗ്മ എ എന്ന് കൊടുക്കാം. ഈക്വൽ ടു സിഗ്മ A/ε0 ഇൻറ്റു 2A. അപ്പോൾ ഈ എ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. ഈക്വൽ ടു സിഗ്മ/2ε0. ഇതാണ് ഒരു പ്ലെയിൻ ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടി പോകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഒന്നുമില്ല. ഇതുപോലെ ഒരു പ്ലെയിൻ ഷീറ്റ് എടുത്തു, അത് നമ്മൾ ഇതുപോലെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സർഫസിൽ കൂടി കടത്തിപ്പോയി. അപ്പോൾ നമുക്കിവിടെ ഈ രണ്ട്, അതായത് തൊട്ടിപ്പുറത്തും ഇപ്പുറത്തുമാണ് ചാർജ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ E.ds രണ്ടെണ്ണം വരും. അപ്പോൾ 2EDS എന്ന് കൊടുത്തു. അതിൽ നമ്മൾ E കണ്ടുപിടിച്ചു. DSന് പകരം A എന്ന് കൊടുത്തു. Qക്ക് നമ്മൾ സിഗ്മ എ. ഇതുപോലൊക്കെ സ്ഫിയർ ആണെങ്കിൽ സിഗ്മ എ എന്ന് കൊടുക്കുക. അതിൽ നമുക്ക് ഈയുടെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ. ഇതാണ് മൂന്നാമത്തെ അപ്ലിക്കേഷൻ. ഇതും കൂടെ ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജഡ് സ്ഫെറിക്കൽ ഷെൽ. ഇതുപോലെ ഒരു സ്ഫെറിക്കൽ ഷെൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ പുറമേ ഒരു പോയിന്റ് എടുക്കുമ്പോൾ അവിടെ എന്താണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ, അതുപോലെ ഇൻസൈഡ് എന്താണ്, സർഫസ് എന്താണ്, ഈ 3 കേസ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു വയറിൻ്റെ കേസ് പറഞ്ഞു, പിന്നെ നമ്മളൊരു ഷീറ്റ് പറഞ്ഞു. ഇവിടെ നമ്മൾ നോക്കുന്നത് ഇതുപോലെ ഒരു ചെറിയൊരു സ്ഫിയർ എടുത്തു. അതിൻ്റെ ഇവിടുന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് നമുക്ക് ക്യാപിറ്റൽ R നമുക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഔട്ട്സൈഡ് ദ ഷെല്ലാണ്. ആ ഷെല്ലിൻ്റെ പുറമെ എന്തായിരിക്കും അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒരു സർഫസ് അവിടെ ഇങ്ങനെ ഉണ്ടാക്കുക. ഒരു ഗോസിയൻ സർഫസ് ക്ലോസ്ഡ് ആയിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ലാസ്റ്റ് പോയിന്റ് ഇത് നമുക്കൊരു P എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഒരു സർഫസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് നമുക്ക് സ്മോൾ ലെറ്റർ R എന്ന് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഗോസസ് ലോ എഴുതാം. ഗോസസ് ലോ എന്താണ്? φ ഈക്വൽ ടു 1/ε0 ഇൻറ്റു Q ആണ്. φ എന്ന് പറഞ്ഞാൽ എന്താ? E.ds ആണ്. ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ E.ds ഈക്വൽ ടു Q/ε0 എന്ന് വന്നു. ഈ DS എന്ന് പറഞ്ഞാൽ എന്താ? സർഫസ് ഏരിയ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോയിന്റ് അല്ല, അപ്പോൾ ഇതിൻ്റെ സർഫസ് ഏരിയ എന്തായിരിക്കും? ഇങ്ങനെ ക്ലോസ്ഡ് സർഫസ് E.4πr² അല്ലേ. R എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് R അല്ലേ. ഒരു സ്ഫിയറിൻ്റെ, അത് നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ, ഒരു സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4πr² ആണ്. ഈക്വൽ ടു Q/ε0 എന്ന് കൊടുത്തു. നമുക്കതിൽ നിന്ന് അല്ലേ കിട്ടണം. അപ്പോൾ നമുക്ക് ഈനെ അവിടെ തന്നെ നിർത്താം. ഈക്വൽ ടു Q/ε0. അതിൻ്റെ അടുത്തോട്ട് 4πr² താഴോട്ട് വന്നു. കണ്ടാ. അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ എന്താ കിട്ടിയത്? ഈക്വൽ ടു 1/4πε0. ഞാനത് ഇതിനെ ഒരുമിച്ച് എഴുതിയിട്ട് Q/r². ഇതാണ് എന്തിൻ്റെ എക്സ്പ്രഷൻ? ഇതുപോലെ ഒരു സ്ഫിയർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പുറമേ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ ഇതായിരിക്കും. ഓക്കെ. ക്ലിയർ ആണല്ലോ. നിങ്ങൾക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ Qൻ്റെ വാല്യൂ ഒന്ന് കൊടുക്കണ്ടേന്ന്. Q കൊടുക്കണം. നേരത്തെ നമ്മൾ സ്ഫിയർ വന്നപ്പോൾ Q സിഗ്മ എ എന്ന് കൊടുത്തില്ലേ, അതേപോലെ നമ്മളിവിടെ A കൊടുക്കണം. അപ്പോൾ 1/4πε0. Q എന്തായി? സിഗ്മ A/r². ഈ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A എന്ന് പറഞ്ഞ ഏരിയ ആണ്. എന്താണ്? സ്ഫിയറിൻ്റെ ഏരിയ. നമ്മൾ നേരത്തെ ചെയ്ത അതേ എക്സ്പ്രഷൻ തന്നെ എന്താണ്? സിഗ്മ 4πr²/r². അപ്പോൾ നമുക്കിതിൽ നിന്ന് ക്യാൻസൽ ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ Q ഈക്വൽ ടു സിഗ്മ എ എന്ന് കൊടുത്തത് ഈ ചെറുതിൻ്റെയാണ് അല്ലേ. ഈ ചെറുതിൻ്റെയാണ് നമ്മളിവിടെ എപ്പോഴും നമ്മൾ ഏത് സർഫസ് ആണ് എടുത്തത് അതിൻ്റെയാണ് Q നമ്മൾ എടുക്കുക, സിഗ്മ എ. അപ്പോൾ നമ്മളിവിടുത്തെ ഈ A എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്റർ R അല്ല, ക്യാപിറ്റൽ R കൊടുക്കണം. നമ്മളെടുത്ത ഏരിയ ഇതിൻ്റെയാണ്. നമ്മൾ ഇവിടെ പറഞ്ഞ ഈ DS എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പോയിന്റിൽ വരുന്നതാണെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്ന ഈ Q എന്ന് പറയുന്നത് ഇതിൻ്റെ ഏരിയ ആണ്. അപ്പോൾ 4πr². ഈ പോയിന്റിലേക്ക് സ്മോൾ ലെറ്റർ R ആണ്. ഇവിടെ നമ്മൾ എടുക്കുന്ന ഏരിയ 4πr², ക്യാപിറ്റൽ R² ആണ്. ഓക്കെ. നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. 4π ക്യാൻസൽ. അപ്പോൾ നമുക്ക് E ഈക്വൽ ടു സിഗ്മ/ε0 R²/r². ഇതാണ് എന്തതുപോലെ
പുറമെ ഒരു സർഫസ്, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്സൈഡ് വരുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ. ഇതിപ്പോൾ കുറേ ഉണ്ടെന്ന് തോന്നും, ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ മെയിനായിട്ട്. ഈ ഇക്വേഷൻ എഴുതി, ഗോസസിലോടെ എക്സ്പ്രഷൻ എഴുതി, DS എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ സർഫസ് ഏരിയ കൊടുത്തു, അതിൽ നിന്ന് E കണ്ടുപിടിച്ചു. ഇത് Qന് പകരം നമ്മൾ സിഗ്മ A എന്ന് കൊടുത്തു, A 4πr², ക്യാപിറ്റൽ R² എന്ന് കൊടുത്തു. ഇതാണ് ഔട്ട്സൈഡ്. ഇനി ഇൻസൈഡ് നോക്കി നോക്കിയേ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു പോയിന്റ് എടുത്താൽ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഓക്കെ, പുറമേ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ കണ്ടുപിടിക്കണം. ഇൻസൈഡ് ആണെങ്കിൽ ഏതൊരു സ്ഫിയറിൻ്റെ ഇതുപോലെ ഒരു സ്ഫിയർ ആണ്, അതിൻ്റെ ഉള്ളൊരു പോയിന്റ് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും, അവിടെ അതിന് ഇലക്ട്രിക് ഫീൽഡ് ഫീൽ ചെയ്യില്ല. അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു എക്സ്പ്രഷൻ നമുക്കവിടെ വരില്ല. ഇൻസൈഡ് ദ ഷെൽ നമുക്ക് അറിഞ്ഞു വെക്കുക, ഏതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഫിയർ ആണ് അതിൻ്റെ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ഇൻസൈഡ് ദ ഷെല്ല് E എന്ന് പറയുന്നത് 0 ആണ്, അറിഞ്ഞു വെക്കുക. ഇനി സർഫസ് ആണെങ്കിലും അപ്പോൾ നമുക്ക് ഇൻസൈഡ് കിട്ടി, ഇൻസൈഡ് ആണെങ്കിൽ 0 ആണ് ഇലക്ട്രിക് ഫീൽഡ്, E = 0. ഇനി സർഫസ് ആണെങ്കിൽ എന്താ വരിക, അതായത് ആ ഒരു ഇതാണ് ഇപ്പോൾ സ്ഫിയർ, ഇതാണ് സ്മോൾ ലെറ്റർ R. നേരത്തെ നമ്മൾ പുറമേ നിന്ന് എടുത്തു, ഇത് ക്യാപിറ്റൽ ലെറ്റർ R ആയിരുന്നു അല്ലേ, പുറമേ നമ്മൾ എടുത്തു. ഇവിടെ നമ്മൾ എടുക്കുന്നത് ഈ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ R തന്നെ വരും അല്ലേ. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷനിൽ എന്ത് ചെയ്താൽ മതി, E = σ/ε0. ഇവിടെ ക്യാപിറ്റൽ R എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ കൊടുത്തു. ഈ സ്മോൾ ലെറ്റർ R എന്തായി, അതായത് റേഡിയസ് ഇത് തന്നെ ആവും, നമുക്ക് R തന്നെ ആവും. അപ്പോൾ R²/r² എന്ന് പറയുമ്പോൾ രണ്ടും കൂടി ക്യാൻസൽ ചെയ്തിട്ട് E = σ/ε0 നമുക്ക് വരും. ഇതാണ് സർഫസിലാണെങ്കിൽ വരുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ. സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ലെറ്റർ R, നമ്മൾ എടുക്കുന്നതും ഇതേ പോയിന്റ് തന്നെ എടുത്തു, അപ്പോൾ ഇതും തന്നെ വരും, R തന്നെ വരും. അപ്പോൾ ഈ രണ്ട് പൊസിഷനിലും ക്യാപിറ്റൽ ലെറ്റർ R തന്നെ വരുമ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് ഇതാണ് എക്സ്പ്രഷൻ കിട്ടുക. സോ ഇതൊക്കെയാണ് 3 അപ്ലിക്കേഷൻസ്. ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു വയർ എടുത്തു, അവിടെ വരുന്നതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതിൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ലാസ്റ്റ് വരുന്ന എക്സ്പ്രഷൻസ് അത് നമ്മൾ പഠിച്ചത് E = 1/2πε0 λ/r എന്നാണ് അവിടെ കിട്ടുക. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഇതുപോലെ ഒരു പ്ലെയിൻ ഷീറ്റ് നമ്മൾ എടുത്തു അല്ലേ, പ്ലെയിൻ ഷീറ്റ് എടുത്തപ്പോൾ അവിടെ σ/2ε0 എന്ന് വന്നു. പിന്നെ നമ്മളിതുപോലെ സർഫസ് എടുത്തപ്പോൾ ഇതാണ്. ഈ എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചു വെക്കുക. ഇതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുമെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. എല്ലാത്തിലും നമ്മൾ ചെയ്യുന്നത് ഇത് തന്നെയാണ്, ഇതേ എക്സ്പ്രഷനാണ്. Qക്ക് വാല്യൂ ഇട്ട് കൊടുക്കുന്നു, അതിൽ നിന്ന് E കണ്ടുപിടിക്കുന്നു. ഇത് തന്നെയാണ്. ആ Qൻ്റെ വാല്യൂസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പാഠത്തിലെ എല്ലാ സെക്ഷൻസും എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ടൊക്കെ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.